ഹായ് ഫ്രണ്ട്സ്, ബൈടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ കാർബറേറ്റർ ഓവർഫ്ലോ എങ്ങനെ നമുക്ക് പരിഹരിക്കാന്നാണ് സിമ്പിൾ ആയിട്ട്. അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു കാർബറേറ്റർ ഓവർഫ്ലോ വന്നാൽ ചെക്ക് ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മൾ വീഡിയോയിൽ പോവാം. ഹായ് ഫ്രണ്ട്സ്, ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്രോൾ ഓൺ ആക്കുമ്പോഴേക്കും പെട്രോൾ ഓവർഫ്ലോൻ്റെ പൈപ്പ് ഹോസ് കൂടെ ഔട്ടായി പോവാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. പെട്രോൾ ഓൺ ആക്കുമ്പോൾ കസ്റ്റമർ പറഞ്ഞതുണ്ടോ, പെട്രോൾ ഓൺ ആക്കുമ്പോൾ ഫുൾ ഓവർഫ്ലോൻ്റെ പൈപ്പ് കൂടെ ഔട്ടായി പോവാന്ന് പറഞ്ഞോ. നല്ല ഇതാണ്. ഇതിങ്ങനത്തെ കംപ്ലൈൻ്റ് ഒക്കെ വന്നാൽ പെട്ടെന്ന് നോക്കി കംപ്ലൈൻറ്റ് തീർക്കണം. അല്ലെങ്കിൽ വണ്ടി ഈറ്റൊക്കെ ആയി കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ സ്പാർക്ക് വന്ന് കത്തി തീപിടിക്കാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. പെട്രോൾ ഓഫ് ആക്കിയാൽ വരില്ല. അതുകൊണ്ട് ഈ ഒരു കംപ്ലൈൻറ്റ് വരുന്നത് വെച്ചാൽ നമ്മൾ കാർബണിൻ്റെ ഉള്ളിൽ തന്നെ നീഡിൽ എന്തെങ്കിലും കരടോ ഒക്കെ ബ്ലോക്കായി പോയാലാണ് ഇങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് വരിക. നമുക്ക് ചെറിയ ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്ന് പെട്രോൾ ഓഫ് ആക്കിയിട്ട് കാർബറേറ്റർ നല്ല തട്ടിയാൽ ചില ഇതൊക്കെ നിൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് എന്തായാലും കാർബറേറ്റർ അയച്ച് ക്ലീൻ ചെയ്തോ അല്ലെങ്കിൽ നീഡിൽ മാറ്റോ ചെയ്യേണ്ടി വരും. നമ്മൾ അയച്ചു നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും നീഡിൽ പോയിക്കുന്നു. നമ്മൾ ജസ്റ്റ് നമ്മൾ കാർബറേറ്റർ ഒന്ന് അയച്ചൊക്കെ പഠിത്തൊന്നും ചെയ്തില്ല. അതുമ്പോൾ ഇതൊരാഴ്ച എങ്ങനെ തുടങ്ങിയിട്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പെട്രോൾ ഓഫ് ആക്കിയാൽ പ്രശ്നമല്ല എന്നാണ്. നമ്മൾ കാർബറേറ്റർ ജസ്റ്റ് ഒന്ന് അയച്ചു നോക്കുകയാണ്. കാർബറേറ്റർ നമ്മൾ ഇതിൻ്റെ മുന്നേ കുറേ വീഡിയോ ചെയ്താണ്, കാർബറേറ്റർ അയക്കുന്ന വീഡിയോ ഒക്കെ കണ്ട. അവർ ഇങ്ങനെ ആയിട്ട് നമ്മളെ പെട്രോളിൻ്റെ പൈപ്പൊക്കെ മാറ്റി വയ്ക്കുന്ന അവർ. അപ്പോൾ അതിൻ്റെ ലീക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർക്ക് നോർമലായിട്ടൊക്കെ മാറ്റിക്കുന്നത്. അങ്ങനെ നമ്മളെടുത്ത് കൊണ്ടുവന്ന് നമ്മൾ ജസ്റ്റ് നമ്മൾ പറഞ്ഞ ഒന്ന് അയച്ചു നോക്കണം. നീഡിൽ ചിലപ്പോൾ കരട്ടൊക്കെ കുടുങ്ങിയെങ്കിൽ നീഡിൽ സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പിന്നെ ഓവർഫ്ലോ വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ കാർബറേറ്റർ അയക്കുകയാണ്. കാർബറേറ്റർ അയക്കുമ്പോൾ ഈ ഒരു ഫ്രണ്ടത്തെ 2 ബോൾട്ട് വരണം, പിന്നെ ബാക്കിൽ സ്റ്റാറിൻ്റെ ബോൾട്ട് ഉണ്ടാകും. ഊരി നമുക്ക് സിമ്പിളായിട്ട് കാർബറേറ്ററും കൂടെ പുറത്തേക്ക് അയച്ചെടുത്തിട്ട് ഇത് കൂടുതലും കണ്ടുവരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പൾസർ വണ്ടിയിലൊക്കെ നമ്മൾ ഈ സ്റ്റാൻഡ് ഓവർ ചെരിവൊക്കെ വരുമ്പോൾ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് കൂടുതലും കണ്ടുവരുന്നൊരു കംപ്ലൈൻറ്റ് വെച്ചാൽ പൾസർ അങ്ങനെ ഇതിലൊക്കെയാണ് തോന്നുന്നത്. 220 അങ്ങനത്തെ വണ്ടിയിലാണ് നമ്മൾ സൈഡ് സ്റ്റാൻഡിന് ഈ ഷേപ്പിന് ബെൻഡൊക്കെ ഉണ്ടെങ്കിൽ ഓവർ സൈഡോട്ടാകുമ്പോൾ പെട്രോൾ വരുമോ ഒരു സൈഡ് സ്റ്റാൻഡിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ്. അതുകൊണ്ട് ഈ ഒരു വണ്ടി ഓവർ സൈഡോട്ട് ഇതായാലും പെട്രോൾ വരും. നമ്മൾ വണ്ടി മറിയുമ്പോഴൊക്കെ പെട്രോൾ ഒഴിവായി പോവും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊക്കെ കാണാൻ നോക്കണം. ഓവർ ചെരിവില്ല സ്ഥലമൊക്കെ ആണെങ്കിൽ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. ഒരു മീഡിയനിലെ ആണെങ്കിലൊന്നും അങ്ങനെ വരില്ല, നമുക്ക് ശ്രദ്ധിച്ചു കൊടുക്കാം. പക്ഷേ ഇതൊക്കെ നമ്മൾ സെൻറ്റർ സ്റ്റാൻഡ് ഇട്ടിട്ടും ഇങ്ങനെ ഓവർഫ്ലോ വരുന്നുണ്ടെങ്കിൽ അത് കാർബറേറ്ററോ അങ്ങനെ വേറെ എന്തോ കംപ്ലൈൻ്റ് ആയിരിക്കും. നമ്മൾ നല്ല ചെക്ക് ചെയ്യണം. ഇങ്ങനെയൊക്കെ വന്നാൽ കൂടുതലായിട്ട് ഇങ്ങനെ ഓടിക്കരുത്. നമ്മളെ സ്പാർക്കും ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ചു കൊടുക്കാം. നമ്മൾ കാർബറേറ്റർ അയച്ചെടുത്തേക്കുന്നത്. അതിന് ശേഷം നമ്മൾ അതിന്മേൽ 2 പിന്നെ സെൻസറിൻ്റെ അതൊന്ന് ഒഴിവാക്കി കൊടുക്കുക. അതിന് ശേഷം കേട്ടോ കാർബറേറ്റർ ഫുള്ള് കരടാണ് കണ്ടില്ലേ. ഇപ്പം അടുത്തൊന്നും ക്ലീൻ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അതും കൂടി ഒന്ന് ഫുള്ളായിട്ട് ചെക്ക് ചെയ്യേണ്ട. നമ്മൾ ഫുള്ള് പുറമെ ഒന്ന് പെട്രോൾ ഒഴിച്ചിട്ട് നന്നാക്കി ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് ശേഷം നമ്മൾ അയക്കുക, അല്ലെങ്കിൽ ഫുള്ള് കരടായി പോകും. നമ്മൾ അയക്കുമ്പോൾ അതിൻ്റെ കരടൊക്കെ അതിലെ കൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് പുറമെ ഒന്ന് നല്ലോണം പെട്രോൾ ഇട്ട് എയറൊക്കെ അടിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നത്. കണ്ടില്ലേ, നല്ലോണം നമ്മൾ എയർ ഗൺ എടുത്തിട്ട് ക്ലീൻ ചെയ്യാം. പിന്നെ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലത്തെ വീഡിയോസിനായിട്ട്. അങ്ങനെ നമ്മൾ നല്ലോണം എയർ ഗണ്ണൊക്കെ എടുത്ത് അടിച്ച് കണ്ടില്ലേ ഫുൾ കരടും പൊടിയും ഇതൊക്കെ ആണ്. നമ്മൾ അതിൻ്റെ താഴത്തിലെ 2 പിന്നെ ഫ്ലോട്ടിൻ്റെ കപ്പിത്തെ സ്ക്രൂ 2 അയക്കുകയാണ്. 2 താഴെ വരുന്ന 2 അയച്ചാൽ നമുക്ക് ഒന്ന് അയക്കാൻ കിട്ടും. എന്നിട്ട് എങ്ങനെയാണ് നോക്കാം നമുക്ക്. ജസ്റ്റ് കണ്ടോ ഫുൾ കരടാണ് കണ്ടില്ലേ. ഇങ്ങനത്തെ കണ്ടില്ലേ ഫുള്ള് കണ്ടില്ലേ. ആ ഒരു കരട് നമ്മളെ ഈ പെട്രോളിൻ്റെ ഫ്ലോട്ട് നീഡിലിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ കരടെന്തോ കുടുങ്ങിയാൽ നമ്മൾ ഈ പെട്രോളിൻ്റെ കംപ്ലൈൻറ്റ് വരും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് നീഡിൽ എങ്ങനെ ഉണ്ട് നോക്കുക. നീഡിൽ അതിൻ്റെ ഇത് ഫ്ലോട്ടിൻ്റെ ഉള്ളിലാണ് നീഡിൽ. ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിലത്തെ ആ നീഡിലെടുത്തിട്ട് കണ്ടില്ല, ആ നീഡിലിന് കംപ്ലൈൻറ്റ് അതിൻ്റെ ഉള്ളിലൊരു കല്ലോ ചെറിയ ഈ കരട്ടൊക്കെ കുടുങ്ങിയാലാണ് കണ്ടില്ല. അതിന്മേലെ കണ്ടില്ലേ മണ്ണും ഇത് കണ്ടില്ല. അത് സ്റ്റക്കായി പോയിട്ടാണ് നമ്മൾ ആ ഒരു ഫ്ലോട്ട് അവിടെ വർക്ക് ചെയ്യാത്തത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കംപ്ലീറ്റ് നല്ലോണം ക്ലീൻ ചെയ്യണം. പക്ഷെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ടാങ്കും അയച്ച് ക്ലീൻ ചെയ്യണം. ടാങ്ക് അയച്ച് ക്ലീൻ ചെയ്യുന്ന ഞാൻ ഈ വീഡിയോ കാണിച്ചില്ല. നമ്മൾ ക്ലീൻ ചെയ്ത് ഫിറ്റ് ചെയ്യുന്ന ടാങ്കിൽ നല്ല കരടുണ്ട്. ആ കരട് കൂടെ ആണ് ഈ പെട്രോളിൽ കാർബറേറ്ററിലേക്ക് ഇറങ്ങുന്നുണ്ട്. ടൈമിൽ കണ്ടില്ല ഫുള്ള് കരടാണ്. കരടുണ്ടായിട്ടാണ് നമ്മൾ ആ ഒരു പെട്രോൾ ഓവർഫ്ലോ ആയി നമ്മൾ ഔട്ടായി പോകണം. കണ്ടില്ലേ ഫുള്ള് ചളി. നമുക്ക് ഇത് ജെറ്റൊക്കെ ഒന്ന് അയച്ചൊക്കെ ഏതായാലും നമ്മൾ അയച്ചാണല്ലോ, അതുകൊണ്ട് ജെറ്റൊക്കെ അയച്ച് ക്ലീൻ ചെയ്യാം. എങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. അതൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ അങ്ങനത്തെ കരടൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്രോളിൻ്റെ ഫിൽറ്റർ വെച്ചെടുക്കണം. നമ്മൾ ഓസിൻ്റെ അടുത്ത് കണ്ടില്ലേ
ഇത് ഫുള്ള് കണ്ടില്ലേ, ബ്ലോക്കായി കിടക്കണ്ടില്ലേ, കരടും പൂപ്പലും കയറിയിട്ട് നമുക്കൊണ്ട് മിസ്സിങ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കാം. അതുകൊണ്ട് അവർ വിചാരിച്ച മിസ്സിങ് ഇതൊക്കെ ഇതിനെ കൊണ്ടാണെന്ന് വിചാരിച്ചു. സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് ആക്കൊണ്ട് ഇതൊക്കെ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കൊണ്ട് വരും. അതുകൊണ്ട് ഇതൊക്കെ നല്ലോണം അയച്ചൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് നീഡിലും കംപ്ലീറ്റ് ആയിട്ട് നല്ലോണം ക്ലീൻ ചെയ്ത് കൊടുക്കാം. നീഡിൽ സ്ക്രാച്ച് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നീഡിൽ മാറ്റി കൊടുക്കണം കേട്ടോ. ഇതെല്ലാം ഞാൻ ഫസ്റ്റ് കാണിച്ചാൽ ഫ്ലോട്ട് നീഡിൽ, അല്ലെങ്കിൽ നമ്മളെ ഒരു പെട്രോളിൻ്റെ ഈ ഒരു ഓവർഫ്ലോ നിൽക്കാൻ സാധ്യത കുറവാണ്. പണ്ടില്ലേ അതിമ്പോൾ ഫുള്ള് ഇതാകണ്ടില്ലേ, പൂപ്പലൊക്കെ കയറിയിട്ട് ഇപ്പം അടുത്തൊന്നും അയച്ച് ക്ലീൻ ചെയ്തില്ല എന്നാണ് പറയുന്നത്. നമ്മൾ കുറച്ച് ഒരു 10,000-15,000 20,000 കിലോമീറ്റർ ഉള്ളിലായിട്ടൊന്ന് ഇത് കാർബറ്ററൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഈ പഴയ വണ്ടിയൊക്കെ ആകുമ്പോൾ ഈ ടാങ്കത്തെ കരടും ഒക്കെ ബ്ലോക്കായി നിൽക്കുമ്പോൾ മൈലേജും അതിനൊക്കെ ഷോർട്ടിങ് ഉണ്ടാകും. നമ്മളൊരു ചെറിയ സ്റ്റിക്ക് കത്തിയിട്ട് നല്ലോണം വരുത്തിയിട്ട് ആ പൂപ്പലൊക്കെ പൂക്കാട്ടോ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഒരു പിന്ന് ചെറിയ ഈ വയറിൻ്റെ ഉള്ളിലെ കമ്പി എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലെ ഹോൾസൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാണ്ടില്ലേ. അതെല്ലാ ഹോൾസും കറക്റ്റായിട്ട് വർക്ക് ചെയ്യണം, എന്നാലും നമ്മളെ വണ്ടിക്ക് നല്ല മൈലേജ്, ഈ സിബ്രോ ബ്ലോക്കൊക്കെ ഔട്ടായി പോകും. അതിന് വേണ്ടിയാണ് ഈ കാർബറ്റൊക്കെ അയച്ചിട്ടും ചെയ്യാമെന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ കാർബറ്റർ അയക്കുന്ന വീഡിയോ നമ്മൾ വേറെ ഇതിൽ കുറേ വീഡിയോ ഉണ്ടെന്ന്, നിങ്ങളെ വണ്ടി ഏതെന്ന് വെച്ചാൽ ഒന്ന് കയറി കണ്ട് ചെക്ക് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ട് നമ്മൾ ആ എയറൊക്കെ അടിച്ച് 2 ജെറ്റും ക്ലീൻ ആക്കി ചെയ്ത് നെക്സ്റ്റ് നമ്മൾ ചെറിയ ജെറ്റും കൂടിയും കണ്ടില്ലേ. കൂടുതലും വിചാരിച്ചാൽ നമ്മൾ ആ നീഡിലും ഫ്ലോട്ടിൻ്റെ പ്രശ്നം കൊണ്ടാണ് നമ്മൾ ഈ ഓവർഫ്ലോ കൂടുതൽ കണ്ടുവരും. നമ്മൾ ആ ഒരു ഓവർഫ്ലോ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വണ്ടി എത്ര ആയാലും സ്റ്റാർട്ടാവില്ല അതിലൂടെ പെട്രോൾ വന്നാൽ. പിന്നെ നമ്മൾ പിന്നെ ഫുൾ ആക്സിലേറ്റർ കൊടുത്ത് പിന്നെ സ്റ്റാർട്ടാക്കിയാൽ ചിലപ്പോൾ സ്റ്റാർട്ടാവും. അതുകൊണ്ട് ഇങ്ങനത്തെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെക്ക് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ആ ഒരു ചെറിയ നീഡിലും എടുത്തിട്ട് നല്ലോണം ക്ലീൻ ചെയ്ത് എയറൊക്കെ അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് ഇതാണ് ഈ ഒരു പ്രശ്നമാണ് നമ്മൾ ഈ ഓവർഫ്ലോൻ്റെ മെയിനായിട്ട് ഈ നീഡിലും ഫ്ലോട്ടും ആയിട്ട് വരിക. അതിന് നീഡിലിന് സ്ക്രാച്ചോ അങ്ങനത്തെ, ഇതിന് നീഡിലിന് സ്ക്രാച്ചൊന്നുമില്ല. നമ്മൾ മണ്ണ് കയറിയിട്ട് ആ സ്റ്റെക്കായി പോയിട്ടാണ് നമ്മളൊരു ഓവർഫ്ലോ വന്ന് ഞാൻ കാണിച്ചതിനെ. അതുകൊണ്ട് ഇത് അങ്ങനത്തെ സ്ക്രാച്ച് ഒന്നുമില്ല, നമ്മൾ ക്ലീൻ ചെയ്തപ്പോൾ കണ്ടീഷനായി ഉണ്ടോ. അങ്ങനെ ഈമെയിൽ സ്ക്രാച്ചൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റണം. സ്ക്രാച്ചൊക്കെ ഉണ്ടെങ്കിൽ അതിന് 170 രൂപയ്ക്ക് ഇത്രേ ഉള്ളൂ. അതുപോലെ എല്ലാ വണ്ടിയിലും ഈ ഒരു പ്രശ്നമാണ് ഈ ഓവർഫ്ലോ സംബന്ധിച്ച് വരിക. അതുകൊണ്ട് ശ്രദ്ധിച്ചു കൊടുക്കുക. ഈ ഫ്ലോട്ട് ന്യൂട്രലാണ് കൂടുതലും വരിക. ഫസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്തൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് മാറ്റിയാൽ മതി. കൂടുതലും നമ്മൾ ഈ മണ്ണൊക്കെ പഴയ വണ്ടിയൊക്കെ ആണെങ്കിൽ ടാങ്കിൻ്റെ ഉള്ളിലത്തെ ഈ കരടൊക്കെ നമ്മളെ പെട്രോൾ കൂടെ ഈ കാർബൻ്റെ നീഡിൽ കൂടെ ഇറങ്ങിയിട്ടാണ് ഈ ഒരു പ്രശ്നം വരല്. അതുകൊണ്ട് ഫസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് നമ്മൾ കാർബറ്റിനെ നീഡിലൊന്ന് മാറ്റി കൊടുക്കുക. നീഡിലും ഫ്ലോട്ടും മാറ്റിയാൽ ഒരു വിധം റെഡിയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ വണ്ടി സൈഡ് സ്റ്റാൻഡ് ഓവർ ചെരിവുണ്ടോ നോക്കണം. അതാണ് നമ്മൾ ഒരു കാർബൻ്റെ കണ്ടില്ലേ, ഫ്ലോട്ടിൻ്റെ അതിൻ്റെ ഉള്ളിൽ ചെറിയ കരട് നീഡിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യുന്നതിൽ ചെറിയ കരട് കുടുങ്ങിയാൽ ആ സ്റ്റെക്കായി പോകും. അങ്ങനെയാണ് പെട്രോൾ ഓവർ ഇറങ്ങുക. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് പിന്നെ സ്റ്റെക്കിങ് ഇത് വർക്കിംഗ് എന്നൊക്കെ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ പിന്നെ കരടുന്നുണ്ടെങ്കിൽ ഈ തീപ്പെട്ടിക്കുള്ളിൻ്റെ തല എടുത്തിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. നല്ല മിനുസായി കിട്ടും. അങ്ങനെ ബ്ലോക്ക് പെട്ടെന്ന് ഓഫ് ആവാനുള്ള രീതിയിൽ ഒക്കെ ചെയ്ത് കൊടുക്കാം. ഷെയറൊക്കെ അടിച്ചിട്ട് നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്യണം. പിന്നെ തോനെ ഈ ഒരു കംപ്ലൈൻറ്റ് നമ്മൾ പൾസർ 220 കണ്ടുവരുന്നത്. അതുകൊണ്ട് അതിൻ്റെ സ്റ്റാൻഡൊക്കെ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ഈ കാര്യം ശ്രദ്ധിക്കാം. ഈ സെൻട്രൽ സ്റ്റാൻഡൊക്കെ ആക്കുമ്പോൾ വരുന്നുണ്ടോ നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ അയച്ച് ക്ലീൻ ചെയ്താൽ മതി. ഇത് കണ്ടത് ഫുള്ള് കരടാണ്. ഈ കരട് നമ്മൾ ഈ പെട്രോളിൻ്റെ നമ്മൾ അതിന് നീഡിൻ്റെ ഉള്ളിൽ കൂടാണ് ഈ പെട്രോൾ എത്തുക. അപ്പോൾ പെട്രോളിൻ്റെ ഉള്ളിൽ ചെറിയ കല്ലോ ചെറിയ ഇതൊക്കെ കുടിക്കാൽ ആ പെട്രോൾ ഫുള്ള് ഈ ഫ്ലോട്ട് ഓഫ് ആവാണ്ട് അതിൻ്റെ കൂടെ ഇറങ്ങും. അതുകൊണ്ടാണ് ഇത് കൂടുതലും ഇങ്ങനെ വരിക. അതുകൊണ്ട് ഇത് നമ്മൾ കസ്റ്റമർ കൊണ്ടുവന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്ത്. കാർപ്പറ്റ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ വേറെ നമ്മളെ ചാനലിൽ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കഴിഞ്ഞിട്ട് അതിന് നീഡിൽ കറക്റ്റായിട്ട് കണ്ടില്ല അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ ഒരു പിന്നുണ്ടാവും നീഡിലെ, ആ നീഡിൽ അതിലേക്ക് ഇറക്കി കൊടുത്തിട്ട് ഒരു പിന്ന് ഫിറ്റ് ചെയ്യുക. ആ പിന്ന് ലെവലാക്കി ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലോട്ടിൻ്റെ കപ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് കണ്ടില്ലേ. അതിൽ ആ വർക്ക് ചെയ്യാണ്ട് അതിൻ്റെ ഉള്ളിൽ കല്ല് കുടുങ്ങിയുടെ സ്റ്റെക്കായി പോകും. അങ്ങനെ പെട്രോൾ ഫുള്ള് ഔട്ടായി പോയി. ഞാൻ കാണിച്ചുതരാം. നമ്മൾ കണ്ടില്ല ഇപ്പോൾ പെട്രോൾ വന്നപ്പോൾ ആ ഒരു കപ്പിൽ ഫുള്ള് പെട്രോൾ ആകുമ്പോൾ ഉള്ളോട്ട് ബ്ലോക്ക് ആവും. അന്നപ്പോൾ പെട്രോൾ ഫ്ലോട്ട് ഉണ്ടോ പെട്രോൾ നിന്ന് എന്നപ്പോൾ ആ ബ്ലോക്ക് ആണ്ട് നിൽക്കുമ്പോഴാണ് ഈ കപ്പിൽ ഫുള്ള് നിറഞ്ഞിട്ട് പുറത്തേക്ക് ആ പൈപ്പ് കൂടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥിതിയാണ് പെട്രോളിൻ്റെ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വരുന്നത്. അതുകൊണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് അയച്ചപ്പോലെ തന്നെ തിരിച്ച് അങ്ങോട്ട് ഫിറ്റ് ചെയ്യുക. അയച്ചപ്പോലെ 2 വോൾട്ട് ഇൻസുലേറ്റർ ഒക്കെ നോക്കണം.
തല തിരിഞ്ഞ് പോയി സ്ലാൻഡിൻ്റെ മുകളിലോട്ടൊരു മാർക്ക് ഉണ്ടാവും വെച്ച് അങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഈ 2 ബോൾട്ട് ടൈറ്റ് ആയി കൊടുക്കുക, സ്റ്റാർ ടൈറ്റ് ആയി കൊടുക്കുക. എന്നിട്ട് ആസറിൻ്റെ സ്ലൈഡ് അങ്ങോട്ട് ഇറക്കിയിട്ട് അത് നോവ് എടുത്തിട്ട് ഫിറ്റ് ടൈറ്റ് ആയി കൊടുക്കുക. അതിന് ശേഷം നല്ലോണം ടൈറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് പെട്രോളിൻ്റെ പൈപ്പ് കൊടുക്കണം. പെട്രോൾ വരുന്നുണ്ടേ. നമ്മൾ പെട്രോൾ അതിൽ പൈപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓണാക്കി നമ്മൾ 2 മിനിറ്റ് വെച്ച് നോക്കുക. ഓണിലാണ്. ഇപ്പോൾ പെട്രോൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ ഓവർഫ്ലോ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കണ്ട. ഇപ്പോൾ പെട്രോൾ വരുന്നൊന്നുമില്ല, ക്ലിയറായി. ഞാൻ തോനെ എടുത്തില്ല, സംഭവം ഓണാക്കിയാണ്. പിന്നെ ജസ്റ്റ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഒരു കംപ്ലൈൻറ്റ് നമ്മൾ സൈഡ് സ്റ്റാൻഡ് ഇടുമ്പോൾ വരുന്നുണ്ടോ നോക്കണം. അങ്ങനെ ആകുമ്പോൾ ഓവർ സൈഡ് സ്റ്റാൻഡിനൊക്കെ ഇതുണ്ട് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അടുത്തൊരു വീഡിയോ കാണാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.